ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റും ചവ്വരിയും വെച്ചിട്ട് വളരെ രുചികരമായിട്ട് ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ അരക്കപ്പ് ചവ്വരിയാണ്. അതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. നമ്മളിങ്ങനെ കുതിർത്തി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇപ്പം ഇത് ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 300 ഗ്രാം ക്യാരറ്റ് തൊലിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ക്യാരറ്റെല്ലാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചവ്വരി കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചവ്വരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് വേണം പാലിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കടായി ചൂടായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യെല്ലാം ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ഞാനിപ്പം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. പകുതിയിലധികം തന്നെ നമ്മുടെ ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ 1 ലിറ്റർ അളവിൽ പശുവിൻ പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരളവിൽ എടുത്താൽ മതിയാകും. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരിയുടെ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചവ്വരിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഒരു 3-4 മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ ചവ്വരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലെ നല്ല രീതിക്ക് കണ്ണാടി പോലെ നമ്മുടെ ചവ്വരിയെല്ലാം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് കൂടുതൽ സമയമൊന്നും തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ്. 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകാതിരിക്കില്ല. ഇനി നമുക്ക് അവസാനമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.